ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത ദിനമായിരുന്നു ഇന്നലെ. മുട്ടിന് ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പറയുന്ന പ്രതിപക്ഷം, അതിന് ഏത് പ്രതിപക്ഷം ചെയ്താലും നാളെ ഇന്നലെ കോൺഗ്രസും പ്രതിപക്ഷവുമൊക്കെയാണ് അത് ചെയ്തതെങ്കിൽ നാളെ അത് BJP ചെയ്താലും നമ്മൾ പ്രതികരിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നലെ കണ്ടത് വളരെ മോശമായൊരു ദിനമാണ്. 22 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ, ലോകസഭയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യൻ ജനാധിപത്യം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കോർപ്പറേറ്റ് കമ്പനികൾ, രാജ്യത്തുള്ള വിദേശത്തുള്ള കോർപ്പറേറ്റ് കമ്പനികൾ, രാജ്യത്തുള്ളവരും വിദേശത്തുള്ളവർ, കോർപ്പറേറ്റ് കമ്പനികൾ MP-മാർക്ക് കാശ് കൊടുത്ത് പാർലമെൻറ്റ് സ്തംഭിപ്പിക്കും. പാർലമെൻറ്റിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല, ബില്ലുകൾ ചർച്ച ചെയ്യാൻ പാടില്ല, ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കണം. അന്ന് കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസിൻ്റെ കാലത്ത് ഏകപക്ഷീയമായി ബില്ലുകൾ കൊണ്ടുവരും. ആ ബില്ലുകൾ ചർച്ച ചെയ്യാൻ അന്ന് CPM കുറച്ചുകൂടി ശക്തമാണ്, കുറച്ചുകൂടി MP-മാരൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ CPM-നടക്കം ആർക്കും ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ അത് പാസ്സായി പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗൗരവതരമായ ഒരു ഇടപാടാണ് ഇന്നലെ നടന്നത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യം ഓം ബിർള എന്ന് പറയുന്ന സ്പീക്കർ പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷം മോഡിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു. എത്ര ഗുരുതരമായ ഒരു കാര്യമാണ് ഇന്നലെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് BJP-കാരല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോകസഭയുടെ സ്പീക്കറാണ് പറഞ്ഞിരിക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് ഈ രാജ്യത്ത് നടന്നിരിക്കുന്നത്. ഈ വിവരം മുൻകൂർ ലഭിച്ചില്ല. പ്രധാനമന്ത്രിയുടെ സഭയിൽ വരരുതെന്ന് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു, അനുസരിച്ചെന്നും ഓം ബിർള പറഞ്ഞു. അപ്പോൾ ഒരു വളരെ രഹസ്യമായി കോൺഗ്രസ് മോഡിയെ ആക്രമിക്കും. മോഡിയല്ല വിഷയം ഇവിടെ. നരേന്ദ്രമോദിയോ അടൽ ബിഹാരി വാജ്പേയിയോ നരസിംഹറാവോ മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ നെഹ്റുവോ, പിറകിലോട്ട് പോയാൽ അതെ നെഹ്റുവോ രാജീവ് ഗാന്ധിയോ, അതല്ല വിഷയം. ദാറ്റ്സ് ഇമ്മറ്റീരിയൽ. അത് ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്ക് വോട്ട് ചെയ്യണം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. പക്ഷേ ഒരു പദവിയിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രിയുടെ പദവിയിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രിയോട്, രാജ്യത്തെ പ്രധാനമന്ത്രിയോട് അദ്ദേഹം എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, മാത്രമല്ല ലോകസഭയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ പരിപാടി ഇട്ടപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം അതിനേക്കാൾ ഭംഗിയായി സംസാരിച്ചല്ലോ. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് വളരെ മനോഹരമായി പ്രധാനമന്ത്രി സംസാരിച്ചല്ലോ. അപ്പോൾ അതല്ല, സംസാരിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് അവസരം കിട്ടി. പക്ഷേ പാർലമെൻറ്റിൽ, ലോകസഭയിൽ വരരുതെന്ന് സ്പീക്കർക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചെന്നും അത് സ്പീക്കർ കൺവേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി വന്നില്ല എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിങ്കളാഴ്ച വേണ്ടി കോൺഗ്രസ് വനിതാ MP-മാരായ വർഷ രായ്ക്വാദം, ജ്യോതിമണി, R. സുധ, പ്രതിഭ ധനോസ്കർ എന്നിവർ പ്രധാനമന്ത്രി ഇരിപ്പിടത്തിനടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചത് സൂചിപ്പിച്ചാണ് സ്പീക്കറുടെ വെളിപ്പെടുത്തൽ. വനിതാ MP-മാരും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ നേതൃത്വത്തിൽ BJP MP-മാരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു അതിനു മുമ്പുള്ള ദിവസം. ആരോപണം തെറ്റാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെ ആരും കൈ ഉയർത്തുകയോ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. പ്രധാനമന്ത്രി സ്പീക്കറുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. സഭയിൽ വരാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രി സ്പീക്കറെ കൊണ്ട് ഇതെല്ലാം പറയിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായി ജനാധിപത്യത്തിൻ്റെ ഒരു ക്ഷീണം. പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായി അത്രയെങ്കിലും നല്ലത്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതൊക്കെ അനുവദിക്കാൻ കഴിയുമോ? ഒരു പ്രധാനമന്ത്രിക്ക്, രാജ്യത്തിന് പ്രധാനമന്ത്രിക്ക് ലോകസഭയിൽ വന്ന് പ്രസംഗമില്ലാതെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയം പാസ്സാക്കേണ്ടി വരേണ്ട ഒരു ഗതികേട്, എന്തൊരു ഗതികേടാണത്. അത് വളരെ വലിയ ചർച്ച ചെയ്യണം. അങ്ങനെ പ്രതിപക്ഷം ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, 2004 കോൺഗ്രസ് സർക്കാരിലെ കളങ്കിതവരായ മന്ത്രിമാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നടത്തിയ പ്രതിഷേധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ലോകസഭയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു മുന്നനുഭവമുണ്ട്. BJP തടഞ്ഞതിൻ്റെ ഭാഗമായി 2004 മൻമോഹൻ സിംഗിനും പ്രസംഗിക്കാൻ കഴിയാത്ത അവസരമുണ്ട്. അതും അപലപിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ മോദിക്ക് വേണ്ടി പറഞ്ഞു എന്ന് വേണ്ട, അതും അപലപിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അത് ചെയ്യാൻ അങ്ങനെ ഒരു അനുഭവം കോൺഗ്രസ്സിന് കിട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് തിരുത്തണമായിരുന്നു. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പ്രസംഗിക്കാൻ അനുവദിക്കും എന്ന് കോൺഗ്രസ് പറയണമായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഇന്നലെ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗം നടത്തി
നന്ദി പ്രമേയവും പാസ്സാക്കി. അതെല്ലാം നടന്നു. പാർലമെൻറ്റിലും അത് അദ്ദേഹം സംസാരിക്കാതെ പ്രമേയം പാസ്സായി. അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ്. 2004 ഇതേ പ്രൊസീജിയർ കോൺഗ്രസ്സിന് അനുഭവിക്കേണ്ടി വന്നു. ഇന്നലെ BJPക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇത് ഇന്ത്യൻ പാർലമെൻറ്റിനെ പുറത്തുനിന്ന് ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് അടിയന്തരമായി NIA-യോ ED-യോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ പാർലമെൻ്ററി എത്തിക്സ് കമ്മിറ്റിയോ ഒക്കെ പരിശോധിക്കേണ്ടതാണ്. ആരാണ് MPമാരെ നിയന്ത്രിക്കുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിലെ MPമാരുടെ പിറകിൽ ആരാണ്? ഏത് ശക്തിയാണ്? വിദേശ ശക്തിയാണോ സ്വദേശ ശക്തിയാണോ? അങ്ങനെ ഒരാരോപണം ഇന്ത്യയിൽ മുൻപ് വന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും മുൻ കരസേനാ മേധാവി ജനറൽ നരാവനെയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ സഭയിൽ വെളിപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടഞ്ഞുള്ള പ്രതിഷേധം ഇന്നലെയും ലോകസഭയെ നിശബ്ദമാക്കി. അപ്പോൾ ചോദിക്കും, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയില്ലേ? രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ സിറ്റുവേഷൻ വന്നില്ലല്ലോ. പ്രധാനമന്ത്രി വരട്ടെ, സംസാരിക്കും. സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ബഹളം ഉണ്ടാക്കും. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം ധനമന്ത്രി സംസാരിച്ചപ്പോൾ എന്തോരം ബഹളം ഉണ്ടായി. അവിടെ ബഹളം ഉണ്ടാകും. സദാനന്ദ മാസ്റ്റർ സംസാരിച്ചപ്പോൾ ബഹളം ഉണ്ടായി. ജോൺ ബ്രിട്ടാസ് സംസാരിച്ച് ബഹളം ഉണ്ടായി. ഡെസ്കിലടിച്ച് ബഹളം ഉണ്ടാക്കും, തടസ്സപ്പെടുത്തും. അതെല്ലാം സ്പീക്കർ നിയന്ത്രിച്ചുകൊണ്ട് പോകും. പക്ഷേ സഭയിൽ തന്നെ വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ 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 കഷ്ടമാണ്. ഒരു പുസ്തകം പുറത്ത് വന്നു എന്ന് വിചാരിച്ച്, വിവാദമായൊരു പുസ്തകം വന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ വളരെ കൃത്യമായി ഒരു പ്രധാനമന്ത്രിക്ക് വന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വളരെ വളരെ കറുത്ത ദിനമാണ്, കറുത്ത അധ്യായമാണ്. അത് അനുവദനീയമല്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനാധിപത്യത്തിൽ 5 വർഷം കൂടുമ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ ആളുകൾ കയറി വരുന്നത്. ഓട് പൊളിച്ചും തട്ട് പൊളിച്ചും പിന്നെ കോൺക്രീറ്റ് പൊളിച്ചും അല്ലെങ്കിൽ ജനലിൽ കൂടെയും ചാടിയല്ലല്ലോ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ആളുകൾ വരുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുന്നവരല്ലേ. ആ ജയിച്ചു വരുന്ന സഭയെ അംഗീകരിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ ബഹളമുണ്ടാവും. നമ്മൾ കേരള നിയമസഭയിൽ കണ്ടതാണ്. വലിയ നേരത്തെ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ശിവൻകുട്ടി അടക്കം കയറി ഡെസ്ക് എല്ലാം എടുത്ത് പൊട്ടിച്ചു. EP ജയരാജൻ കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിച്ചു, മേശ അടിച്ചു പൊട്ടിച്ചു, സ്പീക്കറെ ഒഴിച്ച് എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇപ്രാവശ്യമാണെങ്കിൽ നമ്മുടെ ഒരു MLA അതിനകത്ത് ചാടി കയറാൻ ശ്രമിച്ചു. സ്പീക്കർ ഡയസിൽ വാച്ച് ആൻഡ് പാടുകാർ തല്ലി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സഭയിൽ വരാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലോകസഭയിൽ വരാൻ കഴിയില്ല, ഭീഷണി ഉണ്ട് എന്ന് സ്പീക്കർ പറയുകയും വനിതാ സംഘങ്ങളടക്കം വന്ന് ഉപദ്രവിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പാർലമെൻറ്റിൽ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണ്. അതിന് സ്പീക്കർ പ്രധാനമന്ത്രിയോട് വരരുതെന്ന് പറയുകയും സ്പീക്കറുടെ നിർദ്ദേശമാണല്ലോ പ്രധാനം, അങ്ങനെ ആക്ച്വലി ചെയ്യാൻ പറ്റും. കാരണം സ്പീക്കറാണല്ലോ അധ്യക്ഷനും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പീക്കറുടെ നിർദ്ദേശം കിട്ടിയത് പ്രകാരം പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. അത് വലിയ ഗുരുതരമായ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കറുത്ത ദിനമാണ്, കറുത്ത അധ്യായമാണ്. ഇത് കോൺഗ്രസ് ചെയ്തെങ്കിൽ അത് കോൺഗ്രസ് തിരുത്തണം. 2004 BJP അന്ന് ചെയ്തതിൻ്റെ പ്രതികാരമാണോ എന്നും പറയണം. ഇനി 2004 BJP ചെയ്തതും അപലപിക്കണം, ഇന്ന് കോൺഗ്രസ് ചെയ്തതും അപലപിക്കണം. തെറ്റിനെ തെറ്റുകൊണ്ടല്ല ന്യായീകരിക്കേണ്ടത്, ശരികൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇന്നലെ നടന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതേയല്ല.